ഹലോ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അല്ലുവിനെ വിളിച്ചുണർത്തുകയാണ് കേട്ടോ. അപ്പം എല്ലാ ദിവസവും അവൻ ഒറ്റയ്ക്ക് എണീറ്റ് വരാറാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പശു പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് അല്ലുവിനെ വിളിച്ചുണർത്തുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഏട്ടനും അമ്മയൊക്കെ വന്നിട്ട് അല്ലു എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവനെ വിളിച്ചുണർത്തുകയാണ്. നല്ല ഉറക്കമായിരുന്നു. ബെഡിലൊക്കെ ശുശു ഒഴിച്ചിട്ടാണ് കിടക്കുന്നത്. കുപ്പായവും നിക്കറും ആകെ ശുശു ഒഴിച്ച് അങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഞങ്ങൾക്ക് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അല്ല എങ്ങോട്ടാ പോണേ ഒന്ന് പറഞ്ഞേ. എങ്ങോട്ട്? ഇങ്ങോട്ട് നോക്കി പറയേ, ഇങ്ങോട്ട് നോക്കി പറയേ. അമ്പ അമ്പ അമ്പേനെ കുട്ടീനാണ് പോവാ. അപ്പം നമ്മള് എങ്ങട്ടാ പോണേ? അങ്ങനെ ഞങ്ങൾ ഇതേ അമ്പക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അബിന്ദിയൊക്കെ എണീറ്റ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രഷൊക്കെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ പോയിരുന്നത്. അല്ലുവിന് പിന്നെ ബ്രഷ് ചെയ്യാനൊന്നും അവ സമ്മതിച്ചില്ല. ആദ്യം തന്നെ അമ്പക്കുട്ടീനെ കാണണം എന്ന് പറഞ്ഞു കേട്ടോ. ചോദിച്ചേക്കാ, അച്ഛനോട് ചോദിച്ചേക്കാ അമ്പ ഉണ്ടായിനോ ചോദിച്ചേക്കാ. അമ്പക്കുട്ടി. അപ്പം ഞങ്ങളെല്ലാവരും അതുവരെ നല്ല വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇത്രയും ദിവസം നല്ല വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പശു പ്രസവിച്ചിട്ട് കുട്ടീനെയൊക്കെ കാണാൻ നല്ല എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ കറക്റ്റ് ഡേറ്റിന് തന്നെയായിരുന്നു കേട്ടോ. പശുവിൻ്റെ ഡേറ്റ് തന്നെയായിരുന്നു അന്ന്. 6-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഇത് 6-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വൈകിയതാണ്. അങ്ങനെ ദേ ഞങ്ങൾ തൊഴുത്തിലെത്തി. അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട്. ഞാൻ പിന്നെ ചായയും കടിയും ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കുട്ടീനെ കാണാൻ വന്നത്. കാരണം ഇന്ന് സ്കൂളും ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുട്ടീനെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും ഏട്ടനും കുട്ടാറിനും ചേച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. പൊതുവേ നമ്മൾ പശുക്കുട്ടി ആയാലും ആടുംകുട്ടി ആയാലും ഒക്കെ ഇങ്ങനെ അവരെ ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ തന്നെ എണീറ്റ് നടക്കുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ എണീക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ, എന്താ എണീക്കാത്ത പാൽ കുടിക്കാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അല്ലയോ, ആ ഡോറൊന്ന് തുറക്കുമോ? നല്ലട്ടിയ ഇങ്ങനക്ക് അല്ലയോ ഇങ്ങനക്ക്. എന്താ മുറ്റത്തെന്താ? മുറ്റത്തെന്താ? വെയിലോ? നല്ല വെയിലാ? അടയ്ക്കണ്ട. പിന്നെ അബിൻ ദിയൊക്കെ പെട്ടെന്ന് തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിയും എല്ലാം കഴിഞ്ഞു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ നോക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അല്ലുവിന് കഥ പറയാനൊരു പ്രത്യേക കാരണം തപ്പിയൊന്നും നടക്കണ്ട കേട്ടോ. കാരണം അമ്പക്കുട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഇനി അവൻ്റെ എല്ലാ കഥയിലും മെയിൻ ക്യാരക്ടർ അതായിരിക്കും കേട്ടോ. എന്ത് കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? മൂരിക്കുട്ടിയാണ് കേട്ടോ ഉണ്ടായത്. ഇങ്ങോട്ട് നോക്കല്ല. കുടിച്ചോ? ഈ ആ കഥ എന്ന് പറഞ്ഞെന്നാ? നൂമി ഇങ്ങനെ കൂട്ടിലിരിക്കുന്ന സമയത്ത് അല്ലുവിന് പുറത്തുനിന്ന് ഭയങ്കര കളിയും വർത്താനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. കൂട്ടിൽ പുറത്തെടുത്ത എന്നെ പോലെ തന്നെയാണ്, നല്ല പേടിയാണ്. കാരണം ഒന്നാമത് എന്താ വെച്ചാൽ നൂമി നമ്മുടെ തലയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇപ്പോൾ കൊത്താനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അല്ലുവിന് ഭയങ്കര പേടിയാണ് കേട്ടോ.
അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ അത്രയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ചായയുടെ കൂളിയൊക്കെ കഴിഞ്ഞേരെ അല്ലു പറഞ്ഞു അമ്പക്കുട്ടീനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ തൊഴുത്തിലേക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇതിൻ്റെ മുന്നേ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരിടണം, എൻ്റെ വകയായിക്കോട്ടെ പേര്, അവൻ്റെ ഭാഷയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പേര് കിട്ടുമല്ലോ. അപ്പോൾ ഒരു പേര് കണ്ടെത്തണം എന്നൊക്കെ ചേച്ചി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ അമ്പാടിയെന്നോ അങ്ങനെ എന്തോ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്പക്കുട്ടീനെ കാണാൻ വെറും കൈയോടെ വരരുത്, എന്തെങ്കിലും കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ ടാട്ടച്ചൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റിൻ്റെ കൂടൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ അമ്പക്കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിക്കൂല, അമ്പക്കുട്ടിക്ക് അത് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കാതെ പിന്നെ അബിയും ദീപ് വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാതെ എടുത്ത് വെച്ചിട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം വരെ അവൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം അവർ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് ആ ബിസ്ക്കറ്റ് പൊട്ടിച്ചത് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ തൊഴുത്തുനിന്ന് കയറി വന്നു. അപ്പോൾ മേലെ എത്തിയപ്പോൾ അമ്മ പഴുത്ത ചക്ക മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള നല്ല അടിപൊളി ചക്കയിരുന്നേ. അങ്ങ് ചക്കാണോ? ചക്കാണോ? ഞാൻ ഈ ചക്ക തിന്നണ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കുറേ ആൾ എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ, ഇപ്പോഴും ചക്ക ഉണ്ടോ, ചക്കേൻ്റെ കാലം കഴിഞ്ഞില്ല, അവിടെ എപ്പോഴും ചക്ക കിട്ടണുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും ചക്ക ഉണ്ട്, ഞങ്ങൾ എപ്പോഴും ചക്ക കൂട്ടാനും വെക്കലുണ്ട്, പഴുത്ത ചക്കയും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദേ കുട്ടേട്ടൻ്റെ ഒരു പണിയാണ് കേട്ടത്. നമ്മുടെ റബ്ബറിൻ്റെ പ്ലാസ്റ്റിക്കില്ലേ അത് എന്താ പറയുക പിൻ ചെയ്യണേ പിന്നാണ് കേട്ടോ, സ്റ്റാപ്ലെയറിൻ്റെ പിന്നാണ്. അപ്പം ഏട്ടൻ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടാട്ട അതിൽ വലിയ ഗോപുരങ്ങളൊക്കെ പണിതിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല, അതേപോലെ ഇങ്ങനെ ആക്കുകയാണ്. കുറച്ചൊക്കെ ഫ്ലോപ്പായി എന്നാലും ഒപ്പിച്ചെടുത്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അല്ലുവിനൊരാഗ്രഹം, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കുമ്പോൾ അതേപോലെ കാണിക്കാൻ കുട്ടികൾക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ത്വര. അപ്പോൾ കുട്ടാട്ട ചെയ്തതുപോലെ തന്നെ അവനും ചെയ്യണം കേട്ടോ. അങ്ങനെ ദേ കുട്ടാറിൻ്റെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അല്ലുവിൻ്റെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടാറിന് എന്താണോ ചെയ്തത് അത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുകയാണേ. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ ദിവസം ഞാൻ പൈപ്പ് പൂട്ടട്ടെ, വെള്ളം വെറുതെ പോവുകയാണ്. കഴുകാനാവുമ്പോൾ ഇങ്ങനെ അമ്മ തുറന്നേരാ, പൂട്ടട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ 3 ദിവസവും ഞാൻ ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പകുതി ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് മറന്നു പോവാണ് കേട്ടോ. സംഭവം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവും. അപ്പോൾ ഓരോ പണീൻ്റെ തിരക്കിൽ അങ്ങനെ വിട്ടുപോയിട്ടോ. പിന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് കുറേശ്ശെ മാത്രമേ ഉള്ളൂ എല്ലാ ക്ലിപ്സും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 3 കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ 3 ദിവസത്തെ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തല്ലേ, അപ്പം ഇനി അത് ഡിലീറ്റ് ആക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ. ഒന്നുകൂടി അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇതേ ഏട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ തെങ്ങ് വലിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെറുപ്പത്തിലെങ്ങാനും തെങ്ങ് വലിച്ച് കെട്ടിയത് കണ്ടൊരു ഓർമ്മയുണ്ട്, പക്ഷെ അതൊക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതേ രണ്ടാമത് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതും വൈകുന്നേരത്തെ കാപ്പി കുടിച്ചതും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത്തത് ജലദോഷമൊക്കെ പിടിച്ചിട്ട് നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുമ്പോഴാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തമ്മിൽ മുട്ടാത്ത ഓരോ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചത്, എൻ്റെ ഓരോ പൊട്ടത്തരം. അപ്പോൾ ഇനി ഇങ്ങനെ പെട്ടുപോകാതിരിക്കാൻ ഞാൻ നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ. വീഡിയോ എടുത്ത് തുടങ്ങിയാൽ അത് വൈൻഡപ്പ് ചെയ്യുന്നവരെ മറക്കാതെ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഇതിപ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊരു ജലദോഷം തലവേദനയൊക്കെ വന്നതുകൊണ്ട് പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് കമൻറ്റിലൂടെ പറയാം, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.